സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തിയിരിക്കുന്നു. 6033 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇന്നലെ വൈകിട്ട് മാത്രം ഉപയോഗിച്ചത്. പവർ കട്ടിനോ ലോഡ് ഷെഡിങ്ങിനോ ഉള്ള സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നിലവിലുള്ളത്. എന്നാൽ ബദൽ മാർഗങ്ങളിലൂടെ ഇത് ഒഴിവാക്കാനുള്ള നടപടി സർക്കാർ തുടങ്ങിയെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ വെല്ലുവിളി സാഹചര്യത്തിലും സംസ്ഥാനത്ത് പവർ കട്ടോ ലോഡ് ഷെഡോ ഏർപ്പെടുത്താതെ മുന്നോട്ട് പോകാനുള്ള നടപടികളായി മുന്നോട്ട് പോവുകയാണ് KEC. ചൂട് കൂടുതലായതിനാൽ ഓരോ ദിവസവും വൈദ്യുതിയുടെ ആവശ്യകതയിൽ 50 മെഗാവാട്ടോളം വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഉയർന്ന വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നതിനായി മറ്റ് സംസ്ഥാനങ്ങളുമായി ഏർപ്പെട്ടിരുന്ന പവർ ബാങ്കിംഗ് അറേഞ്ച്മെൻറ്റിൽ 200 മെഗാവാട്ടിൻ്റെ കുറവ് 16-ാം തീയതി മുതൽ ഉണ്ടായി. മറ്റ് 200 മെഗാവാട്ടിൻ്റെ കുറവ് 20-ാം തീയതി മുതലും വീണ്ടും ഒരു 200 മെഗാവാട്ടിൻ്റെ കുറവ് 26 മുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിലനിൽക്കുന്ന ഉയർന്ന താപനില ഈ മാസം 26-ാം തീയതി വരെ തുടരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ദീർഘകാല കോൺട്രാക്ട് ഏർപ്പെടാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുവാദം KECB ചോദിച്ചിട്ടുണ്ട്. രജീഷ് നരിക്കുനി ചേരുകയാണ് വിവരങ്ങളുമായി. രജീഷ്, ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്. നമ്മളെ നാട്ടിലെല്ലായിടത്തും നമുക്കറിയാം. ഫാൻ ഇട്ടിട്ട് പോലും ഒരു പക്ഷേ ശരിക്കും കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യം ആളുകൾക്കുണ്ട്. അതിനിടയിലാണ് ഒരു പക്ഷേ ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഒക്കെ വേണ്ടിവരുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത്. ഇത് മറികടക്കാനുള്ള എന്തൊക്കെ നടപടികളാണ് ഇതിനോടകം തന്നെ സർക്കാർ എടുത്തിട്ടുള്ളത് രജീഷ്? സംസ്ഥാനത്ത് ചൂട് കഠിനമായതോടെ വൈദ്യുതി ഉപയോഗവും സർവകാല റെക്കോർഡിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് കേരളത്തിലെ ജനങ്ങൾ ഉപയോഗിച്ച വൈദ്യുതി കണക്ക് എന്ന് പറയുന്നത് 6033 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നലത്തെ മൊത്തം കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 117.15 ദശലക്ഷം യൂണിറ്റ് ആണ് ഇന്നലെ മുഴുവനായി കേരളത്തിലെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം എന്ന് പറയുന്നത്. വലിയ ഉയർന്ന കണക്കാണ്. തുടർച്ചയായ 2ാം ദിവസമാണ് സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗത്തിൽ റെക്കോർഡ് കടന്ന് രണ്ട് റെക്കോർഡുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ നിലവിലെ സാഹചര്യത്തിൽ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഉണ്ടാകില്ല എന്നാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. നിലവിലെ സാഹചര്യം നമുക്ക് മറികടക്കാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ്. മെയ് മാസത്തോടുകൂടി മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ പവർ കട്ടിലേക്ക് പോകേണ്ട സാഹചര്യമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ AC ഫാൻ ഉപയോഗം കൂടിയതും ഒപ്പം തന്നെ ഗ്യാസ് ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഇൻഡക്ഷൻ കുക്കറുടെ ഉപയോഗം വർദ്ധിച്ചതുമാണ് ഈ വൈദ്യുതി ഉപയോഗം വലിയ രീതിയിൽ ഉയരാൻ കാരണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ ഈ ഡാമുകളിൽ ജലനിരപ്പ് കുറയാൻ സാധ്യത കുറഞ്ഞിട്ടുണ്ടെങ്കിലും അത് മെയ് മാസത്തിൽ മഴ ലഭിക്കുന്നതോടുകൂടി മറികടക്കാൻ കഴിയുമെന്ന ഒരു വിലയിരുത്തലുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ താപനില വല്ലാതെ ഉയർന്നൊരു സാഹചര്യം തന്നെയാണ്. നാളെയും സംസ്ഥാനത്ത് 12 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി വരെ ചൂട് ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രിയും കോട്ടയത്ത് 38 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ട്. പല ജില്ലകളിലും 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി വരെ ചൂട് ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയും. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇടവിട്ട പല പ്രദേശങ്ങളിൽ ഒരുപക്ഷെ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ വൈദ്യുതി ഉപയോഗം വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മഹേഷ്.